അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലിൻ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കഴിഞ്ഞ ഒരു വിഷയാവതരണത്തിൽ ഒരല്പം വിശദമായി തന്നെ നമ്മൾ മനസ്സിലാക്കിയ വിഷയം, പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധവും ഈമാനിൻ്റെ ഭാഗവുമാണ് എന്നൊരു ഏരിയയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നതിൻ്റെ ഉത്തമമായ മാതൃകകൾ പ്രവാചകൻ്റെ സഹാബാക്കളുടെ ചരിത്രങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇതിൽ നിന്ന് ചുരുക്കി നമ്മൾ മനസ്സിലാക്കിയ വിഷയമാണ്, പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് കരസ്ഥമാക്കാൻ സാധിക്കൽ ഒരു വിഷയത്തിലൂടെ മാത്രമാണ്. ആ വിഷയം എന്ന് പറയുന്നത് അൽ ഇത്തിബാ എന്നാണ് അറബിയിൽ പറയുക, പിൻപറ്റുക എന്ന് മലയാളത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് മതമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അതുപോലെ കൊണ്ടുവരലാണ് ഇത്തിബാ എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പിൻപറ്റിയിട്ടുണ്ടോ നമുക്ക് പ്രവാചകനെ സ്നേഹിച്ചു എന്ന് പറയാൻ സാധിക്കുമെന്നതാണ് കഴിഞ്ഞ സംസാരങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഭരണത്തിലേറിയ ഉടനെ സംസാരിക്കുന്ന ഒരു സംസാരം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഒരുപാട് ആമുഖങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നമാ അന മുത്തബിഉൻ വലസ്തു ബിമുബ്തദിഇൻ, അല്ലയോ ജനങ്ങളെ, ഞാൻ ഒരു മുത്തബി ആണ്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് കൊണ്ടുവന്നോ അത് അതുപോലെ ജീവിതത്തിൽ പകർത്തുന്നവനാണ് ഞാൻ. വലസ്തു ബിമുബ്തദിഇൻ, ഞാൻ ഒരിക്കലും മതത്തിൽ പുതുതായി കൊണ്ടുവരുന്നൊരു വ്യക്തിയല്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്ത ഉടനെ പ്രഖ്യാപിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു തന്ന വലിയ ഒരു തത്വമുണ്ട്. പ്രവാചകനെ, താങ്കളാണ് ഈ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടുന്നതെങ്കിലും താങ്കൾക്കും കഠിനമായ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുമെന്നത് സൂറത്തുൽ ഹാക്കയിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നു. വലൗ തഖവ്വല അലൈനാ ബഅ്ദൽ അഖാവീൽ, പ്രവാചകനെ, താങ്കളെങ്ങാനും ചില വാക്കുകൾ കെട്ടിപ്പറഞ്ഞിരുന്നുവെങ്കിൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, നിന്നെ വലത് കൈകൊണ്ട് ഞാൻ പിടിച്ചുകൊണ്ട് ശിക്ഷിക്കുമായിരുന്നു. സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, ജീവനാടിയെ നാം മുറിച്ചു കളയുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഗൗരവത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു തആല താക്കീത് നൽകുന്നത് കാണാൻ സാധിക്കും. ഇതിൽ നിന്നൊക്കെ നമുക്ക് ചുരുക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു മഹത്തരമായ മതം എന്നത് കൃത്യമായ ദൈവികമായ വഹിയിലൂടെ സ്ഥിരപ്പെട്ടതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പഠിപ്പിച്ചോ അതിലൊന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ലാത്തവണ്ണം വ്യക്തമായി തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യമായി ഈ ദീനിനെ പൂർത്തിയാക്കിയതിന് ശേഷം ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തന്നു. സൂറത്തുൽ മാഇദയിലൂടെ അല്ലാഹ് പറയുന്നു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അൽ യൗമ, ഈ ദിവസം, അക്മൽതു ലക്കും ദീനക്കും, ഞാൻ നിങ്ങൾക്ക് ഈ ദീനിനെ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിഅമത്തിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഈ ഒരു ഇസ്ലാമിനെ ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ദീനിൻ്റെ പൂർത്തീകരണത്തെ പ്രഖ്യാപിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് വഫാത്തായി പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ആയത്തിനെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് പ്രധാനമായും പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേത്, മതവുമായി ബന്ധപ്പെട്ട എല്ലാ വിധിവിലക്കുകളും
കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയമായി മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇനിയൊരു മതത്തിലേക്ക് യാതൊന്നും കൂട്ടിച്ചേർക്കാനോ ഒഴിവാക്കാനോ ഇല്ല എന്നൊരു തത്വം ഈ ആയത്തിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു വിഷയം, ഭൗതികമായ ദുന്യവിയായ കാര്യങ്ങൾ കാലാനുസൃതമായി കണ്ടെത്തുന്നതിന് അള്ളാഹുവും റസൂലും അനുമതി നൽകിയിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിൻ്റെ പുരോഗതിക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തും. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇന്ന് ദീന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു സംവിധാനത്തെ ഉപയോഗപ്പെടുത്തലാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ദുനിയവിയായ വിഷയങ്ങളിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത സംവിധാനങ്ങളെ കാലാനുസൃതമായി മനുഷ്യന്മാർക്ക് ഉപയോഗപ്പെടുത്താനുള്ള അനുവാദം അള്ളാഹു സുബ്ഹാനഹു തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നൽകിയിട്ടുണ്ട്. ഇങ്ങനെ നൽകിയതായ ഈ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും പരാമർശിക്കപ്പെട്ട തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ആയത്താണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് തുടങ്ങിയ ആയത്തായി നമ്മൾ മനസ്സിലാക്കിയത്. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെ അതുപോലെ ജീവിതത്തിൽ പകർത്തലാണ് ഇത്തിബാ എന്ന് പറയുന്നത്. ഈ ഇത്തിബാഇന് വിപരീതമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടി താക്കീത് ചെയ്തൊരു വിഷയമാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. എന്താണ് ബിദ്അത്ത് എന്ന് പ്രവാചകന്റെയും സഹാബാക്കളുടെയും താബിഈങ്ങളുടെയും ഒരുപാട് അധ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി കൊണ്ട് ഒരു സദസ്സ് കൂടിയാൽ, ഒരു ഖുതുബ സംഘടിപ്പിക്കുമ്പോൾ, അതുപോലെ തന്നെ ഒരു പ്രഭാഷണ പരമ്പരകൾ സംഘടിപ്പിക്കുമ്പോൾ, രണ്ടാളുകളുമായിട്ട് സംസാരിക്കുന്ന സന്ദർഭങ്ങളിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമുഖമായിട്ട് പറയാറുള്ള വാചകങ്ങളിൽ പെട്ടതായിരുന്നു വഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. വഇയ്യാകും, നിങ്ങൾ സൂക്ഷിക്കണം, വമുഹ്ദസാതിൽ ഉമൂർ, മതത്തിൽ പുതുതായി കൂട്ടിക്കലർത്തുന്ന കാര്യങ്ങളെ, ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, മതത്തിൽ പുതുതായി കൂട്ടിച്ചേർക്കുന്ന എല്ലാ കാര്യങ്ങളും ബിദ്അത്തുകളാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ളലാലത്തുകളും വഴികേടിലാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സമയങ്ങളിലുള്ള ഉപദേശങ്ങളുടെ ആമുഖങ്ങളിൽ പോലും കാണാൻ സാധിക്കുന്നത് ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം അത്രയുമുണ്ട് എന്നതുകൊണ്ടാണെന്നത് വിശ്വാസികൾക്ക് ഗുണപാഠമാണ്. അതുപോലെ തന്നെ ഒരുപാട് അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സമയത്തിന് പരിമിതം മൂലം ഒറ്റ അധ്യാപനം കൂടി വായിക്കുകയാണ്. അങ്ങനെ ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം കാണാൻ സാധിക്കും. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, കുല്ലു ഇബാദത്തിൻ ലാ യതഅബ്ബദുഹാ അസ്ഹാബു മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ നടപ്പിൽ വരാത്ത എല്ലാ ഇബാദത്തുകളും ഫലാ തതഅബ്ബദൂഹാ, നിങ്ങളും ഇബാദത്തായി ചെയ്യരുത്. ഫഇന്നൽ അവ്വല ലം യദഅ ലിൽ ആഖിരി മഖാല, ആദ്യ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ ആളുകൾ ശേഷക്കാർക്കൊന്നും തന്നെ ബാക്കി വച്ചിട്ടില്ല. അവർ ചെയ്തതായ ഇബാദത്തുകൾ എന്തൊക്കെയുണ്ടോ അത് ജീവിതത്തിൽ പകർത്തലാണ് ഖൈറുകളുടെ ഉറവിടമെന്നത് ഹുദൈഫ റളിയല്ലാഹു അൻഹു വ്യക്തമായി പഠിപ്പിക്കാൻ. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അധ്യാപനങ്ങളിലൂടെ പ്രവാചകന്റെയും സഹാബാക്കളുടെയും ചരിത്രങ്ങൾ പരതിയാൽ നമുക്ക് കാണാൻ സാധിക്കും ബിദ്അത്തിന്റെ ഗൗരവം എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു വളരെ വൈകാരികമായ ഒരു പ്രസംഗം നടത്തുന്ന ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മൗഇലതൻ ബലീഗതൻ എന്നാണ് ആ ഒരു വാചകത്തെ വിശദീകരിച്ചത് പോലും. സറഫത് മിൻഹൽ ഉയൂൻ വജ്ലത് മിൻഹൽ ഖുലൂബ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സംസാരം കേട്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ നടുങ്ങി, ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരുമാറുള്ള ഒരു പ്രഭാഷണമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. ആ പ്രവാചകന്റെ പ്രസംഗം കേട്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു, പ്രവാചകനെ, ഇത് താങ്കളുടെ അവസാന സംസാരം പോലെ ഉണ്ടല്ലോ പ്രവാചകനെ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വസിയത്ത് ചോദിക്കുകയും അങ്ങനെ വസിയത്തായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്ന വലിയ അടിസ്ഥാനം പോലും ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് ഇഖ്തിലാഫുകൾ നിനക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ശേഷം പഠിപ്പിച്ചു കൊടുത്തത് എന്താ? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അത് ളലാലത്താണ്. ആ എല്ലാ ളലാലത്തുകളും വഴികേടിലേക്ക് എത്തിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടി പഠിപ്പിക്കുകയാണ്. ഇതാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഈ ബിദ്അത്തിനെ സഹാബാക്കളും അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ പ്രവാചകന്റെ സഹാബാക്കളും താബിഈങ്ങളും തബഉ താബിഈങ്ങളും സച്ചരിതരായ എല്ലാവരും വളരെ പ്രാധാന്യത്തോടുകൂടി വിലക്കിയ ഒരു വിഷയമായിരുന്നു ബിദ്അത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇങ്ങനെയൊക്കെ ബിദ്അത്തിന്റെ ഗൗരവം പറഞ്ഞാലും
എല്ലാ കാലഘട്ടത്തിലും വ്യത്യസ്തങ്ങളായ ഇബാദത്തുകൾ, ദുർബലമായ ചില ന്യായങ്ങൾ ഉയർത്തിപ്പിടിച്ച് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. ഏത് ചരിത്രങ്ങൾ നോക്കിയാലും ചില ദുർബലമായ ന്യായങ്ങളാണ് എല്ലാ കാലഘട്ടത്തിലും പറയാനുള്ളത്. ഒന്ന് ചുരുക്കി നമുക്ക് നോക്കുകയാണെങ്കിൽ, പൊതുവേ എല്ലാ ബിദ്അത്തിനെ ന്യായീകരിക്കുന്ന ആളുകളും പറയാനുള്ള ന്യായീകരണങ്ങളിൽ ഒന്നെന്താണ്? ഇതൊക്കെ നല്ല ബിദ്അത്തല്ലേ, ഇതൊക്കെ നല്ല കാര്യമല്ലേ. പണ്ഡിതന്മാർ കുറേ ആളുകൾ ബിദ്അത്തിനെ 2 തരമുണ്ടെന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അങ്ങനെ പഠിപ്പിച്ചു തന്ന കൂട്ടത്തിൽ നല്ല ബിദ്അത്തല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ദുർബലമായ ന്യായം പല ബിദ്അത്തുകളെയും ന്യായീകരിക്കാൻ വേണ്ടി എല്ലാ കാലഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ലോകത്തൊരുപാട് ആളുകൾ ചെയ്യണില്ലേ? ഏത് മുക്കിലും മൂലയിലും പോയാലും ഈ ആഘോഷങ്ങളും ഇവർ പറയുന്ന എല്ലാ ആഘോഷങ്ങളെയും ആഘോഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ജനങ്ങൾ മൊത്തം ഒരുമിച്ച് വഴികേടിലേക്ക് പോകുമോ എന്നീ തുടങ്ങി വൈകാരിക സംസാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെല്ലാം പാവങ്ങളല്ലേ, അതുപോലത്തെ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടില്ലേ? മുൻഗാമികൾ എളുപ്പത്തിൽ സ്വർഗത്തിൽ പോയ പോലെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? നമുക്ക് സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇനിയും കുറേ അമലുകൾ ചെയ്താലല്ലേ സ്വർഗത്തിൽ പോകാൻ പറ്റുക എന്ന ന്യായീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ തുടങ്ങിയിട്ട് ഖുർആനെയും ഹദീസിനെയും ദുർവ്യാഖ്യാനിച്ച് എല്ലാ കാലഘട്ടത്തിലും ബിദ്അത്തുകൾ കടന്നു വന്നിട്ടുണ്ട്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ സംഭവിക്കുമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ബിദ്അത്തുകളുടെ കൂട്ടത്തിൽ ചേർത്തി പറയാൻ കഴിയുന്ന ഒരു ബിദ്അത്താണ് ഇന്ന് നമ്മുടെ നാട്ടിലും വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന നബിദിനമാഘോഷം എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം സഹോദരന്മാരെ. ഈ നബിദിനത്തിൻ്റെ വിഷയത്തിലും ഞാൻ എന്തെല്ലാം ന്യായീകരണങ്ങളാണ് ജനങ്ങൾ ന്യായീകരിക്കുക എന്ന് പറഞ്ഞോ, ആ ന്യായീകരണങ്ങളൊക്കെ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നബിദിനത്തിൻ്റെ ന്യായീകരണമായും പറയാറുള്ളത്. ഇവിടെ വളരെ വ്യക്തമായി അഹ്ലുസുന്നയുടെ മൻഹജ് പിൻപറ്റുന്ന ആളുകൾ എന്ന നിലക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെ പിൻപറ്റുന്ന ആളുകൾ, പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, ഞങ്ങൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇന്ന് ആഘോഷം എന്ന പേരിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ നബിദിന അനാചാരത്തിൽ പങ്കാളികളാവുകയില്ല എന്നുള്ളത്. എന്തുകൊണ്ട് പറയുന്നു? ചില ഏതാനും കാരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ കാരണങ്ങൾ സ്പഷ്ടമായി നമ്മുടെ ഹൃദയങ്ങളിൽ ഉറച്ചതുകൊണ്ടാണ് ഇന്ന് ഇത്തരം നബിദിന പരിപാടികളിൽ ഞങ്ങൾ പങ്കെടുക്കാത്തത്. ആ കാരണങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദീനിൽ ബിദ്അത്ത് ഹസനത്ത് അഥവാ നല്ല ബിദ്അത്ത് എന്ന് പറയുന്ന ഒന്ന് തന്നെ ഇല്ല എന്നുള്ളതാണ്. പൊതുവെ നബിദിനത്തെ കൊണ്ടുവരാൻ വേണ്ടി പല ആളുകളും പറയാറുള്ളൊരു ന്യായവാദം എന്താണ്? ഇതൊരു ബിദ്അത്തുൻ ഹസന, നല്ല ബിദ്അത്തല്ലേ എന്നാണ്. ഇവിടെ നമുക്ക് വ്യക്തമായി പ്രഖ്യാപിക്കാൻ കഴിയും, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അഹ്ലുസുന്നയുടെ ആദർശം പിൻപറ്റുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, ദീനിൽ പുതുതായി ഒരു ബിദ്അത്തുൻ ഹസന കടത്തിക്കൂട്ടുന്ന പുതുതായ നല്ല ബിദ്അത്ത് എന്ന് പറയുന്നത് ദീനിലില്ല എന്ന് ഉറച്ചു പ്രഖ്യാപിക്കാൻ ഒരു സലഫിക്ക് സാധിക്കുന്നത് കൊണ്ടാണ് നബിദിനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യക്തമായി പറയാനുള്ള കാരണം? ദീനിൽ പുതുതായ ഒരു ഹസനത്തായ ബിദ്അത്തില്ല എന്ന് പറയാൻ കാരണം, ബിദ്അത്തുകളുടെ വിഷയത്തിൽ മുൻകാല പണ്ഡിതന്മാരൊക്കെ, പല പണ്ഡിതന്മാരും ഭാഷാപരമായി ബിദ്അത്തിനെ 2 തരമായി തിരിച്ചിട്ടുണ്ട്. ബിദ്അത്തുൻ ഹസന എന്ന ഇനത്തിൽ ഭാഷാപരമായ ബിദ്അത്തിന്റെ കൂട്ടത്തിൽ മുൻകാല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇത് ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അൽ ഫതാവ അൽ ഹദീസിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി പറഞ്ഞു, മൻ ഖസ്സമഹാ മിനൽ ഉലമാഇ ഇലാ ഹസനിൻ വഗൈരി ഹസനിൻ, ഉലമാക്കളുടെ കൂട്ടത്തിൽ ഹസനെന്നും അതുപോലെ തന്നെ ഹസനല്ലാത്തതെന്നും ബിദ്അത്തിനെ തരംതിരിച്ചവർ ഉദ്ദേശിച്ചത് വഇന്നമാ ഖസ്സമൽ ബിദ്അ അൽ ലുഗവിയ, അവർ അതിനെ ഭാഷാപരമായിട്ടുള്ള ഒരു ബിദ്അത്തായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഭാഷാപരമായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ പരിവേഷം ഇല്ലാത്ത, കാലഘട്ടത്തിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഇവിടെ ബിദ്അത്തുൽ ഹസന എന്ന് മുൻകാല പണ്ഡിതന്മാർ പോലും ഉദ്ധരിച്ചിട്ടുള്ളത്. ആ ഉദ്ധരണികളെ കോട്ടിമാറ്റി ഇതെല്ലാം ബിദ്അത്തുൽ ഹസനയിൽ പെടുമെന്ന ദുർബല ന്യായം പറഞ്ഞിട്ടാണ് ഇവിടെ ഈ ഒരു ഇതിനെ അനുകൂലിക്കുന്ന ആളുകൾ കൊണ്ടുവരാൻ ശ്രമിക്കാറ്. ഇവിടെ കൃത്യമായി നമുക്ക് ആദർശമായി പറയാൻ സാധിക്കും, ഒരു ദീനിൽ ഒരു ബിദ്അത്തുൽ ഹസനയും ഇല്ല. അതുകൊണ്ട് സലഫികൾ ഈ ഒരു നബിദിനം ആഘോഷത്തെ ആഘോഷിക്കാറുമില്ലെന്ന് പറയാൻ പറ്റും. ഇനി രണ്ടാമത്തെ വിഷയം, പ്രമാണങ്ങളിൽ ബിദ്അത്തിന്റെ മാനദണ്ഡമായി എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം ഇന്ന് പറയുന്ന നബിദിനത്തിലുമുണ്ട്. ഇനി ഒരാൾ പറയാണ് നബിദിനം ബിദ്അത്തല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളോട് വളരെ സ്നേഹപൂർവ്വം നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വാദപ്രകാരം നബിദിനം ബിദ്അത്തല്ലെങ്കിൽ ലോകത്ത് ഒരു ബിദ്അത്തും ഇല്ല എന്ന് പറയേണ്ടി വരും.
എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്നത്? നബിദിനത്തിൻ്റെ വിഷയത്തിൽ ബിദ്അത്താണെന്ന് പറയാൻ പോകുന്ന എന്തെല്ലാം രേഖകളുണ്ടോ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്അത്തിന്റെ ഗൗരവമായി പഠിപ്പിച്ചെന്ന വിഷയങ്ങളിലുമുണ്ട്. അതുകൊണ്ട് സധൈര്യം നമുക്ക് പറയാൻ പറ്റും നബിദിനം ബിദ്അത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്അത്തിന്റെ ഗൗരവമായി പഠിപ്പിച്ചെന്ന എല്ലാ വിശേഷണങ്ങളും നബിദിനത്തിനും ഉണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷേ എന്നാലും ഇവർ പറയും ഇത് നബിദിനത്തിൻ്റെ ക്വാളിറ്റിയിലോ ബിദ്അത്തിൻ്റെ ഇനത്തിലോ പെടുത്താൻ പറ്റില്ല എന്ന് പറയും. അവരോട് സ്നേഹപൂർവ്വം പറയാനുള്ളത്, ഇതൊരു ബിദ്അത്തല്ലെങ്കിൽ, നബിദിനം ബിദ്അത്തല്ലെങ്കിൽ ലോകത്തൊരു ബിദ്അത്തും ഇല്ല എന്ന് പറയേണ്ട ഒരു ഗതികളിലേക്ക് വരും എന്നുള്ളത് ഈ ഒരു വിഷയത്തിൽ സൂചിപ്പിക്കുകയാണ്. അൽ മിഅ്യാറുൽ മുഅരിബ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. വൻശരീസി റഹിമഹുല്ലാഹ് എഴുതിയ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം വ്യക്തമായി പഠിപ്പിച്ചു തരുന്നൊരു വിഷയമുണ്ട്. ഒരാൾ ഒരു ബിദ്അത്തിനെ കൊണ്ടുവരികയാണെങ്കിൽ ആ ബിദ്അത്ത് നല്ലതാണെന്ന് വാദിച്ച് കവാടങ്ങൾ തുറന്നു കഴിഞ്ഞാൽ അതിൽ പറയാണ് വലൗ ഫുതിഹ ഹാദൽ ബാബു, ഇങ്ങനെ ഒരു കവാടത്തെ തുറന്നു കഴിഞ്ഞാൽ ലജാഅ ഖൗമുൻ, ഒരു ഖൗമ് വരും, ഫഖാലു യൗമു ഹിജ്റതിഹി ഇലൽ മദീനതി യൗമുൻ അഅസ്സല്ലാഹു ഫീഹിൽ ഇസ്ലാം ഫയുജ്തമഉ ഫീഹി വയുതഅബ്ബദ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയ ദിവസം അപ്പുറത്തുണ്ടല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയിട്ടില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരി, നമുക്ക് ഹിജ്റയുടെ പേരിൽ ഒന്ന് ഒരുമിച്ച് കൂടാം, ഹിജ്റയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടി ഒരു ആഘോഷമായി കൊണ്ടുവരാമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ പോകും. തീർന്നിട്ടില്ല, അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ വിഷയങ്ങളും ചരിത്ര സംഭവങ്ങളും കൊണ്ടുവന്ന് ഇതൊക്കെ ഒരു ആഘോഷമായി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പറഞ്ഞ് വലൗ ഫുതിഹ ഹാദൽ ബാബ്, ഈ കവാടമെങ്ങാനും തുറന്നു കഴിഞ്ഞാൽ ബിദ്അത്തുകൾ വ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നത് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ അടിസ്ഥാനമായി മനസ്സിലാക്കാനുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിദ്അത്ത് എന്ന് എന്തൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, ആ ബിദ്അത്തിന് വിശേഷണങ്ങളായി എന്തൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ ആ വിശേഷണങ്ങളൊക്കെ ഇന്ന് കാണുന്ന നബിദിനത്തിനും സാമ്യമാണ്, ആ നബിദിനത്തിനും ഒന്നിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് സലഫികൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നതാണ് രണ്ടാമത്തെ അടിസ്ഥാനമായി പറയാനുള്ളത്. മൂന്നാമത്തെ വിഷയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സ്വഹാബാക്കൾക്കോ ഉത്തമ തലമുറയിലെ ആർക്കും തന്നെ പരിചയമില്ലാത്തൊരാഘോഷമാണ് നബിദിനം ആഘോഷം എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നു എല്ലാ ഖൈറുകളും ഉത്തമ തലമുറകളിലാണ്. ഈ ഉത്തമ തലമുറയിൽ കാണാത്തൊരാഘോഷമാണ് ഈ നബിദിനം എന്ന് പറയുന്നത്. എങ്കിൽ നബിദിനം ആരാണ് കൊണ്ടുവന്നത്? നബിദിനത്തെ കൊണ്ടുവന്നത് ഫാത്തിമിയാക്കളാണെന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹിജ്റ 300കളിലാണ് ആദ്യമായി ഈ നബിദിനം എന്ന് പറയുന്ന ആഘോഷം സ്ഥിരപ്പെടുന്നതെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ആരാണ് ഫാത്തിമിയാക്കൾ എന്നത് ഇതിനോട് ചേർത്തി നമ്മളൊന്ന് വായിക്കണം. ഹജറുൽ അസ്വദ് മോഷ്ടിച്ച ആളുകളാണ് ഫാത്തിമിയാക്കൾ എന്ന് പറയുന്നത്. 1000ഓളം ഹാജിമാരെ ഹറമിൽ വെച്ച് കൊന്നവരാണ് ഫാത്തിമിയാക്കൾ എന്ന് പറയുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനാണ് നുബുവത്ത് ലഭിക്കേണ്ടതെന്ന് വാദിച്ചവരാണ് ഫാത്തിമിയാക്കൾ. അതേ സമയത്ത് അലി റളിയല്ലാഹു അൻഹു ആണ് പടച്ചവൻ എന്ന് പോലും പറയുന്ന വിഭാഗം അവരുടെ കൂട്ടത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത്രയും വ്യതിയാന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ് ഈ ഫാത്തിമിയാക്കൾ എന്ന് പറയുന്ന ഷിയാക്കളുടെ വിഭാഗം. ഇവരാണ് ആദ്യമായി നബിദിനം ചരിത്രത്തിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി പ്രധാനമായും 6ഓളം ആഘോഷങ്ങൾ അവർ കൊണ്ടുവന്നതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീലാദ് എന്ന് കാണാൻ സാധിക്കും. 2, അലി റളിയല്ലാഹു അൻഹുവിന്റെ ജന്മദിനം അവർ ആഘോഷിച്ചിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ ജന്മദിനം അവർ ആഘോഷിച്ചിരുന്നു. 4, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ജന്മദിനം അവർ ആഘോഷിച്ചിരുന്നു. 5, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ജന്മദിനം അവർ ആഘോഷിച്ചിരുന്നു. 6, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഷിയാ രാജാവ് ആരാണോ ആ ഷിയാ രാജാവിൻ്റെ ജന്മദിനവും അവർ ആഘോഷിച്ചിരുന്നു. ഇങ്ങനെ 6ഓളം ആഘോഷങ്ങളുടെ കൂട്ടത്തിൽ ഹിജ്റ 300കളിൽ കൊണ്ടുവന്നൊരാഘോഷമാണ് നബിദിനം ആഘോഷമെന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. അങ്ങനെ മുന്നോട്ടൽപ്പം പോവുകയാണ്. ഹിജ്റ 400കളിൽ ഇത് നിർത്തലാക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചു. അങ്ങനെ ഹിജ്റ 400കൾക്ക് ശേഷം ഒരുപാട് കാലഘട്ടത്തിൽ നബിദിനം ആഘോഷിക്കപ്പെട്ടിട്ടില്ല എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എത്രത്തോളം ഇങ്ങനെ ഒരു ആഘോഷം ഉണ്ടായിരുന്നു എന്ന് ജനങ്ങൾ മറക്കുന്ന അവസ്ഥയിലേക്ക്, ജനങ്ങൾ മറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു നബിദിനത്തെ വിസ്മരിക്കപ്പെടുന്ന സാഹചര്യം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഹിജ്റ 630 മരിച്ച ഇർബൽ എന്ന രാജ്യം ഭരിച്ച മുദഫർ എന്ന് പറയുന്ന ചക്രവർത്തിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു നബിദിനത്തെ വീണ്ടും കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ചരിത്ര വസ്തുതയായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട വിഷയം. ഈ ചരിത്ര വസ്തുത ഈ ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ആളുകളും
അംഗീകരിക്കുന്ന വിഷയമാണ്. എൻ്റെ കയ്യിലുള്ളത് താരീഖുൽ ഇഹ്തിഫാലി ബി മൗലിദിൻ നബവി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ്. താരീഖുൽ ഇഹ്തിഫാലി ബി മൗലിദിൻ നബവി. മൗലിദുൻ നബവി അതായത് നബിദിന ആഘോഷത്തിന് ചരിത്രം പറയുന്ന ഒരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് സൂഫികളാണ്. അവർ തന്നെ വ്യക്തമായി ഇതിൽ പഠിപ്പിക്കുന്നൊരു അടിസ്ഥാനമുണ്ട്. ഈ അടിസ്ഥാനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടില്ല. അദ്ദേഹം ഓരോ അധ്യായങ്ങളായി തിരിക്കുകയാണ്. ഹെഡിങ് തന്നെ, ഒന്നാമത്തെ ഹെഡിങ് തന്നെ ഇത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അവിടെ കൃത്യമായി പറഞ്ഞു ഇത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ രണ്ടാമത്തെ ഭാഗം അദ്ദേഹം കൊടുക്കുകയാണ് ഫി അസ്രിൽ ഖുലഫാഇർ റാഷിദീൻ. ഇത് ഖുലഫാ റാഷിദിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാചകം ഒന്ന് ശ്രദ്ധിക്കൂ. വഫി ഹാദിഹിൽ അഹ്വാലി ലം യുഫക്കിർ അഹദും മിൻ ഖുലഫാഇർ റാഷിദീൻ. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പോലും ഇങ്ങനൊരു ആഘോഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഇതെപ്പോഴാണ് പറഞ്ഞത്? ഫി അസ്രിൻ നുബുവ. അതിനുശേഷം ഖുലഫാ റാഷിദിന്റെ കാലഘട്ടം, അതിനുശേഷം ഉമവികളുടെ കാലഘട്ടം വന്നു. ഈ അമവികളുടെ കാലഘട്ടത്തിലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്ത പോലും അവർക്ക് വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. ലം യർകുൽ ഖാതിറുൽ ഇനായതി ബിദ്ദിക്റ അന്നബവിയ്യ ഫി റഅസി അഹദിഹിം മിൻ റൂസിഹിം. ഒരാളുടെ തലയിലും നബിയുടെ ആഘോഷിക്കണമെന്ന ഒരു ചിന്ത പോലും ഉണ്ടായിട്ടില്ല എന്ന് ഈ കാലഘട്ടങ്ങളൊക്കെ ഉദ്ധരിച്ച് പറയാണ്. അങ്ങനെ കുറച്ച് അപ്പുറത്ത് അദ്ദേഹം ഏത് കാലഘട്ടത്തിൽ വന്നു എന്നതും വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. അതെവിടെയാ വന്നത്? അത് ഫാത്തിമിയാക്കളുടെ ഭരണകൂട്ടത്തിലാണ്. ഫാത്തിമിയാക്കളിലൂടെ ഞാൻ മുകളിൽ സൂചിപ്പിച്ച എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടിയിരുന്ന ഈ ഫാത്തിമിയാക്കൾ, ഷിയാക്കളുടെ നേതാക്കന്മാർ, ഇവരിലൂടെയാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, തീർന്നിട്ടില്ല, ഒരു വീഡിയോ കൂടി നമുക്ക് കാണാനുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഷിയാ പണ്ഡിതൻ, അദ്ദേഹം തന്നെ തുറന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് ഇത് ഞങ്ങൾ ഷിയാക്കൾ കൊണ്ടുവന്നതാന്നുള്ളത്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. كل العالم يحتفل به وتونس قبل أسبوعين احتفلت به. نعم. الذي سن هذا الاحتفال وأقره في كل الشمال الإفريقي هم الشيعة. الدولة الفاطمية. الدولة الفاطمية نعم. وكان المولد يحيى، مولد النبي صلى الله عليه وآله، ومواليد الخمسة أصحاب الكساء يعني علي وفاطمة والحسن والحسين، والأستاذ عبد الستار ممكن إذا مخطئ يصحح. فهذا المولد الذي الزيتون اليوم تفتخر أنه تعبير عن حبها للنبي صلى الله عليه وآله هو شيعي الأصل. എന്താ പറയണത് ഒരു ഷിയാണ്. ഇദ്ദേഹം പറയണത് എന്താണ്? ലോക രാജ്യങ്ങളിൽ ഈ മൗലിദാഘോഷത്തെ കൊണ്ടുവന്നത് ഞങ്ങളാണെന്ന് സ്വയം അവകാശപ്പെടുകയാണ്. ഞങ്ങളാന്ന് പറയാനുള്ള കാരണം അദ്ദേഹം തന്നെ തുറന്ന് പ്രഖ്യാപിച്ചത് ഫാത്തിമിയാക്കൾ കൊണ്ടുവന്നതാണ്. ഈ ഫാത്തിമിയാക്കൾ മറ്റു നമ്മൾ നേരത്തെ എണ്ണി പറഞ്ഞ ആഘോഷങ്ങളും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഞങ്ങൾ വ്യാപിപ്പിച്ച ഒരു ആഘോഷമാണ് ഈ നബിദിനം എന്നൊരു ഷീഈ വെളിപ്പെടുത്തുന്ന വെളിപ്പാടാണ് നമ്മൾ കണ്ടത്. ഒരുപാട് രേഖകളിലൂടെയും ഇത് സ്ഥാപിക്കാൻ പറ്റും. ഇങ്ങനെ ഷിയാക്കളുടെ പാരമ്പര്യത്തിലൂടെ ഉടലെടുത്തു വരുന്നൊരാഘോഷം സലഫികളായ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ നബിദിനത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എന്നതിന് കാരണം ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ്. നാലാമത്തെ ഒരു വിഷയം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസത്തെ ഒരു ആഘോഷമായിട്ടാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചെന്ന വിഷയമാണ് മതത്തിൽ രണ്ടാഘോഷങ്ങളെ ഉള്ളൂ എന്നുള്ളത്. ഈ ഈദിൻ്റെ വിഷയത്തിൽ അതൊരു ഇബാദത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ശറഅാണ് നിശ്ചയിക്കേണ്ടത്, മതമാണ് നിശ്ചയിക്കേണ്ടത്. ഒരു പുതിയ ആഘോഷം കൊണ്ടുവരുമ്പോൾ അത് ശറഅ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലേ ചെയ്യാൻ പാടുള്ളൂ. ഇത് ഇസ്ലാം നിശ്ചയിച്ച് പഠിപ്പിച്ചെന്നൊരു അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ടാണ് 1000 വർഷങ്ങളെക്കാൾ ശ്രേഷ്ഠം, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠം എന്നീ തുടങ്ങി ശ്രേഷ്ഠതകൾ പറഞ്ഞ് പ്രതിഫലങ്ങൾ നിശ്ചയിച്ച് ഈ നബിദിനത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ചരിത്ര സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഹിജ്റ കലണ്ടറുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന് ഇസ്ലാമിൽ പ്രാധാന്യമുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ ജന്മദിനത്തിനപ്പുറത്ത് ഒരു ആഘോഷമായിട്ട് സഹാബാക്കൾ ആരും കണ്ടിട്ടില്ല. ആ ദിവസത്തെ ഒരു ആഘോഷമെന്ന നിലക്ക് സഹാബാക്കൾ പരിഗണിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു ചരിത്ര സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഫതുഹുൽ ബാരി ഫി ശർഹി സഹീഹുൽ ബുഖാരിയുടെ ശർഹായ ഫതുഹുൽ ബാരി ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാ അദ്ദേഹം കിതാബു മനാഖിബിൽ അൻസാർ എന്ന് പറയുന്ന അൻസാറുകളുടെ സ്വഭാവ ഗുണങ്ങൾ വിശേഷിപ്പിക്കുന്ന ഒരു അധ്യായത്തിൽ കൃത്യമായി ഹിജ്റയുടെ ചരിത്രം പറയുന്നത് കാണാൻ സാധിക്കും. ഹിജ്റ കലണ്ടർ രൂപീകരണത്തിൻ്റെ ചരിത്രം. ഈ ഹിജ്റ കലണ്ടർ രൂപീകരണത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ആദ്യം ഹിജ്റ എവിടെ, ഈ കലണ്ടറിൻ്റെ രൂപീകരണത്തിൽ തുടക്കം എവിടെ നിന്നാവണമെന്ന വിഷയത്തിൽ സ്വഹാബാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നു. അങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്ന സമയത്ത് 3 അഭിപ്രായങ്ങളാണ് പ്രധാനമായി അവൾ ഉടലെടുത്തത്. ഒന്ന്, ഒരു കാര്യം ചെയ്യാം, പ്രവാചകന്റെ ജനനം മുതൽ നമുക്ക് ആരംഭിക്കാം. അതല്ലെങ്കിൽ
പ്രവാചകന്റെ നിയോഗം മുതലുള്ള കണക്ക് വെച്ച് ഹിജ്റ കലണ്ടറിനെ നമുക്ക് കണക്കാക്കാം. അതല്ലെങ്കിൽ വഹിജ്റതഹു, റസൂലിന്റെ ഹിജ്റയെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഹിജ്റ കലണ്ടറിന്റെ തുടക്കം കുറിക്കാമെന്ന ചരിത്ര സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഫറജഹ ഇൻദഹും ജഅലുഹാ മിനൽ ഹിജ്റതി, അങ്ങനെ സഹാബാക്കളുടെ ചരിത്ര ചർച്ചകൾക്ക് ശേഷം ഹിജ്റ മുതലുള്ള കണക്കാണ് ഇന്ന് ഹിജ്റ കലണ്ടറായി നമ്മൾ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ ബാക്കിയുണ്ട്. നബി ജനിച്ച ദിവസത്തെ എന്തുകൊണ്ട് മാറ്റിവെച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തെ കണക്കായി കൂട്ടുന്നതിൽ മാറ്റിവെക്കാനുള്ള കാരണം ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ് ശേഷം വിശദീകരിക്കുന്നുണ്ട്. ലിഅന്നൽ മൗലിദ വൽ മബ്അസ ലാ യഖ്ലു വാഹിദുൻ മിൻഹുമാ മിനൻ നിസാഇ ഫീ തഈനി സന. വർഷം കൃത്യമായി നിശ്ചയിക്കാൻ പോകുന്ന കൃത്യമായ തെളിവുകൾ സഹാബാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം കൃത്യമായി നിശ്ചയിക്കാൻ പോകുന്ന തെളിവ് പ്രവാചകൻ സഹാബാക്കൾക്ക് കൂടിയിരുന്ന സഹാബാക്കളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് പ്രവാചകന്റെ ജീവിതത്തിൽ ജനിച്ച ദിവസത്തെ ഹിജ്റയുടെ തുടക്കമായി കണക്കാക്കുന്നതിൽ നിന്ന് മാറ്റിവെച്ചതെന്ന ചരിത്ര സംഭവത്തെ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ് പഠിപ്പിച്ചിരുന്നുണ്ട്. ഇതിൽ നിന്ന് അറിയിക്കുന്നത് എന്താ? സഹാബാക്കൾ ഒരു ആഘോഷമായി പ്രാധാന്യം നൽകി ആ ദിവസത്തിലെ പ്രവാചകൻ ആ ദിവസത്തെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരു ആഘോഷമായി കണ്ടിട്ടില്ല. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് സലഫികളായ നമ്മളും സഹാബാക്കൾ ആഘോഷിക്കാത്തൊരാഘോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ട എന്നതുകൊണ്ടാണ് നമ്മൾ ഇത് മാറ്റിവെക്കുന്നതെന്നാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ പ്രധാനമായും ഈ ഒരു നബിദിനത്തെ ആഘോഷിക്കാൻ വേണ്ടി ഈ ഒരു ന്യായമായി കൊണ്ടുവരാനുള്ള ന്യായം എന്നുള്ളത് ഇതൊരു നല്ല കാര്യമല്ലേ എന്നുള്ളതാണ്. എന്തിനാ ഒരുമിച്ച് കൂടി കുറച്ച് പായസ ഭക്ഷണം കൊടുക്കല്ലേ, കുറച്ച് മൗലിദ് പ്രവാചകനെ പുകഴ്ത്തി പിരിയല്ലേ, എങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ന്യായങ്ങൾ നല്ലതാണ് നല്ലതല്ലേ എന്നുള്ള ന്യായങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും ഒരു സംഭവത്തെ ചരിത്ര സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാ കാലഘട്ടത്തിലെയും ബിദ്അത്തുകൾ ഉടലെടുക്കുമ്പോൾ അവരും ന്യായീകരിക്കാറുള്ള ന്യായീകരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം നല്ലതല്ലേ, ഞങ്ങൾ നിസ്കരിക്കണല്ലേ ഉള്ളൂ, ഞങ്ങൾ നോമ്പ് നോക്കണല്ലേ ഉള്ളൂ, ഞങ്ങൾ കുറച്ച് ദിക്റുകൾ വർദ്ധിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ, ദിക്റും നോമ്പും ഖുർആനും ഒക്കെ പ്രമാണങ്ങളിൽ പഠിപ്പിച്ചെന്നിട്ടില്ലേ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ബിദ്അത്താന്ന് എങ്ങനെ നിങ്ങൾ പറയുക എന്ന് എല്ലാ കാലഘട്ടത്തിലും ന്യായീകരണമായി നമുക്ക് ഒരു പറയുന്നത് കാണാൻ സാധിക്കും. ഇവിടെയാണ് ഒരു ചരിത്രം നമുക്ക് പഠിക്കാനുള്ളത്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ചരിത്രമാണ്. മാലിക് റഹിമഹുല്ലയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വരുന്നുണ്ട്. ആ മനുഷ്യൻ വന്നുകൊണ്ട് മാലിക് റഹിമഹുല്ലയോട് ചോദിക്കുന്നുണ്ട്, മിൻ ഐന ഉഹ്രിം, ഞാൻ എവിടുന്നാണ് മാലിക് ഇഹ്റാം കെട്ടേണ്ടത്? ഹജ്ജിന് പോകുന്ന വ്യക്തിയാണ്. ഞാൻ എവിടെ നിന്നാണ് ഇഹ്റാം കെട്ടേണ്ടത്? ഫഖാല മിനൽ മീഖാത്തി, നീ മീഖാത്തിൽ നിന്ന്, എവിടെ നിന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചെന്ന സ്ഥലം, ആ മീഖാത്തിൽ നിന്നാണ് നീ ഇഹ്റാം കെട്ടിക്കൊണ്ട് പോവേണ്ടത്. അല്ലദീ വഖത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മീഖാത്ത് കെട്ടിയ സ്ഥലത്തിൽ നിന്ന്. അങ്ങനെ ഫഅഹ്റമ മിൻഹു, ആ വ്യക്തി അവിടെ നിന്ന് ഇഹ്റാം ചെയ്തു. അങ്ങനെ അത് ചെയ്തതിന് ശേഷം അദ്ദേഹം ചോദിച്ചു, ഫൈൻ അഹ്റംതു മിൻ അബ്അദ മിൻഹു, അതിനേക്കാൾ കുറച്ചും കൂടി വിദൂരമായ സ്ഥലത്ത് നിന്ന് ഞാൻ ഇഹ്റാമിൽ പ്രവേശിച്ചാലോ എന്ന് മാലിക് ഇമാമിനോട് ചോദിക്കുകയാണ്. അപ്പോൾ മാലിക് ഇമാം റഹിമഹുല്ലാ അറാ ദാലിക, എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. ഫഖാല മാ തക്റഹു മിൻ ദാലിക, നിങ്ങൾ എന്തുകൊണ്ടാണ് വെറുക്കാനുള്ള കാരണം, എന്തുകൊണ്ടാണ് എനിക്ക് അനുവദിച്ച് തരാതിരിക്കാനുള്ള കാരണം? അക്റഹു അലൈക്കൽ ഫിത്ന, ഞാൻ നിന്റെ മേലിൽ ഫിത്നയെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാലിക് ഇമാം ഓതിക്കൊടുക്കുന്ന ഒരു ആയത്തുണ്ട്. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അള്ളാന്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ മേൽ ഫിത്ന മുസീബത്തായി കൊണ്ട് ബാധിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറയുന്ന അധ്യായമാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് ഓതിക്കൊടുത്തത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്നിട്ട് ശേഷം ഈ ആയത്ത് ഓതിയതിനു ശേഷം ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയാണ്, വഅയ്യു ഫിത്നത്തിൻ അക്ബറു മിൻ അന്നക ഖസ്സസ്ത ബിഫദ്ലിൻ ലം യുഖസ്സ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമാക്കാത്ത ഒരു കാര്യത്തെ നീ പ്രത്യേകമായി ചെയ്യുന്നതിനേക്കാളും വലിയ ഫിത്ന നിന്റെ ജീവിതത്തിൽ വേറെ ഏതാ വരാനുള്ളതെന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ചോദിക്കുകയാണ്. ഇവിടെ നമുക്ക് പഠിപ്പിച്ചെന്ന വലിയൊരു അടിസ്ഥാനം എന്താണ്? നന്മകളാണ് ചെയ്യുന്നതെങ്കിലും ആ നന്മകൾക്ക് ശറഅ് പഠിപ്പിക്കാത്ത രീതിയിൽ, മതം പഠിപ്പിക്കാത്ത രീതിയിൽ ഒരു പ്രത്യേകത കൽപ്പിക്കുക എന്ന് പറയുന്നത് അത് ബിദ്അത്തിന്റെ പരിധിയിൽ വരാണ്. ഇവിടെ നമസ്കാരത്തിന്റെ വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ പല ആളുകളും ന്യായീകരിക്കാറുണ്ട്, ഞങ്ങൾ നല്ല നമസ്കാരമല്ലേ നമസ്കരിക്കാറുള്ളത്. അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു വിഷയമുണ്ട്. ചരിത്രത്തിൽ റഗായിബ് നമസ്കാരം എന്ന് പറയുന്ന ഒരു നമസ്കാരം കടന്നു വന്നിട്ടുണ്ട്. ആ റഗായിബ് നമസ്കാരത്തിന്റെ വിഷയത്തിൽ അവരും ന്യായീകരിച്ചിരുന്നത് ഞങ്ങൾ നല്ല കാര്യമല്ലേ ചെയ്യുന്നുള്ളൂ, നിസ്കാരമല്ലേ നിസ്കരിക്കണുള്ളൂ. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് ഈ വിഷയം കൊണ്ടുവന്നിട്ട് പോലും
മറുപടിയായി ഇമാം നവവി റഹിമുള്ള വ്യക്തമായി പറഞ്ഞു, ഇത് ബിദ്അത്താണ്. ഈ റഗായിബ് നമസ്കാരം ബിദ്അത്താണ്. എന്തുകൊണ്ടാണ് റഗായിബ് നമസ്കാരം ബിദ്അത്താന്ന് പറയാനുള്ള കാരണം കൃത്യമായി പഠിപ്പിച്ചു തന്നു. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമാക്കാത്ത ഒരു പ്രത്യേകത നിശ്ചയിച്ച് ഒരു ഇബാദത്ത് ചെയ്യലാണ്. ഇതാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ എന്തൊക്കെ പ്രത്യേകതമാക്കാത്ത പ്രത്യേകതകൾ നബിദിനത്തിൽ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശിർക്കും ഖുറാഫാത്തും അടങ്ങുന്ന വരികൾ ഉൾപ്പെടെ മദ്ഹിന്റെ ഭാഗമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു നബിദിന ആഘോഷ പരിപാടികളിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അമിതമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത പ്രാധാന്യങ്ങൾ നിശ്ചയിക്കുന്ന നബിദിന ആഘോഷ പരിപാടികളാണ് ഇന്ന് സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ ഫദ്ല് കൽപ്പിക്കാത്ത, പ്രവാചകൻ ഖാസാക്കിയിട്ടില്ലാത്ത ഒരു ഖുസൂസിയത്ത് പ്രത്യേകതയും കൽപ്പിക്കുന്ന ഒരു ആഘോഷങ്ങളിലും ഞങ്ങൾ സലഫികൾ പങ്കെടുക്കില്ല എന്നതുകൊണ്ടാണ് ഞങ്ങൾ സലഫികൾ നബിദിനം ആഘോഷിക്കാതെ മാറി നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, ഇമാം മാലിക് റഹിമഹുള്ള പഠിപ്പിച്ചെന്ന വലിയൊരു തത്വമുണ്ട് ബിദ്അത്തിന്റെ വിഷയത്തിൽ. ആ വാചകത്തെ ഞങ്ങൾ നെഞ്ചിലേറ്റുന്നത് കൊണ്ടാണ് നബിദിനത്തെ തൊട്ട് മാറി നിൽക്കുന്നത്. ഇമാം മാലിക് റഹിമഹുള്ള പറയുന്നത് കാണാൻ സാധിക്കും, ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു ബിദ്അത്ത് കൊണ്ടുവന്നാൽ, യറാഹ ഹസനത്തൻ, അത് നല്ലതാണെന്ന് വാദിച്ചുകൊണ്ടാണ് അദ്ദേഹം കൊണ്ടുവന്നതെങ്കിൽ, ഫഖദ് സഅമ, അവൻ വാദിച്ചിരിക്കുന്നു, അന്ന മുഹമ്മദൻ ഖാനർ റിസാല, മുഹമ്മദ് റിസാലത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടിയിരുന്ന എന്താ കാരണം? അത്രയും നല്ലൊരു പ്രവർത്തനമായിരുന്നെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യണ്ടേ? പ്രവാചകന്റെ ജീവിതം മാതൃകയാക്കി ഏതെങ്കിലും ഒരു സഹാബി ചെയ്തു കാണിക്കണ്ടേ? ഒരു സഹാബി പോലും ചെയ്തിട്ടില്ല, പ്രവാചകൻ പഠിപ്പിച്ചെന്നിട്ടില്ല. ഈ പ്രവാചകനോ സഹാബാക്കളോ കാണിക്കാത്തൊരു ഫദ്ല് നമ്മൾ പുതുതായി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി ഈ സമുദായത്തെ വഞ്ചിച്ചു എന്നല്ലേ നമ്മൾ പറയാതെ പറയുന്നത്? അങ്ങനെ പറയുന്നവരുടെ കൂട്ടത്തിൽ ഒരിക്കലും സലഫികൾ ഉൾപ്പെടുകയില്ല. അള്ളാന്റെ പ്രവാചകനെ ആദരിക്കണമെന്ന് പഠിപ്പിച്ചവരാണ് സലഫികൾ എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന് ജീവിതത്തിൽ അനുധാവനം ചെയ്യണമെന്ന് പഠിപ്പിച്ചവരാണ് സലഫികൾ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ വഞ്ചിച്ചു എന്ന് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. ഇത് എത്ര നീചമായ വാക്കാണ്! അങ്ങനെ തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ ഈ ഒരു നബിദിന ആഘോഷത്തിൻ്റെ ആളുകളുടെ അരികിലുള്ളത് കൊണ്ട് കൃത്യമായ പ്രമാണങ്ങൾ ഉൾക്കൊണ്ട്, പ്രമാണങ്ങൾ എന്ത് പഠിപ്പിച്ചു തന്നോ അതാണ് ഹൈറെന്ന് ഉറച്ച് ജീവിതത്തിൽ പകർത്തി, കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മത പുലർത്തി, ഒഴിവാക്കേണ്ട കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ജീവിക്കുന്നവരാണ് നമ്മൾ. ഇതാണ് പ്രവാചക സ്നേഹം. ഈ പ്രവാചക സ്നേഹത്തിനനുസരിച്ച് ജീവിക്കലാണ് ഇത്തിബാ. ഈ ഇത്തിബാ, പിന്തുടരൽ, ഇതിനപ്പുറത്തുള്ളതെല്ലാം ബിദ്അത്താണ്. ബിദ്അത്തെല്ലാം അനാചാരമാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. നാളെ പരലോകത്ത് വിജയിക്കാനും അത് ഏറ്റവും അനിവാര്യമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ സംസാരം ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല കേട്ടതിലുപരി ഈ വിഷയത്തെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.